ഉത്തമാമാ സ്നേഹം നിന്ദാനം. ഉത്തുംഗ ശൃംഗത്തിനുയരങ്ങളോടോ നീലവിഹായസിൻ വിസ്തൃതിയോടോ. ഉത്തുംഗ ശൃംഗത്തിനുയരങ്ങളോടോ നീലവിഹായസിൻ വിസ്തൃതിയോടോ. ഏതിനോടുപമിക്കും നിൻ ദിവ്യ സ്നേഹം. നിനക്കു തുല്യൻ നീ മാത്രമല്ലോ. നിനക്കു തുല്യൻ നീ മാത്രമല്ലോ. നിൻ സ്നേഹമെത്രയോ അവർണ്ണനീയം. നിർവ്യാജ സ്നേഹം അവർണ്ണനീയം. നമുക്ക് സ്തോത്രം ചെയ്യാം, പ്രാർത്ഥിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരും ഒരു നിമിഷം കണ്ണുകളടച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച ക്രൈസ്തലോ സ്തോത്രം 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 സ്തോത്രം. അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ഏഴോലി സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ സജി അബ്രഹാം പ്രാർത്ഥിച്ച് ഈ വിവാഹ ശുശ്രൂഷ ഇപ്പോൾ ആരംഭിക്കും. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ രാവിലെ മനോഹരമായ സമയത്തിനായി നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹത്തിനായി ഇന്ന് പകൽ സമയം ഈ ഓഡിറ്റോറിയത്തിലേക്ക് കടന്നു വരുവാൻ ദൈവമായ കർത്താവ് സഹായിച്ചിരിക്കുന്ന എല്ലാ കൃപകൾക്കായി നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. തലമുറ തലമുറയായി നീ ഞങ്ങളുടെ സംഗീതമായി ബലമായി ഞങ്ങളെ ഇന്ന് വരെ നടത്തിക്കൊണ്ടുവന്ന നിന്റെ കൃപകൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു പിതാവേ. ഇന്നത്തെ മണവാളിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, മണവാട്ടിക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു വിവാഹ ശുശ്രൂഷ ഇവിടെ നടക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യവും അതിൽ എഴുന്നള്ളുന്ന കൃപകൾക്കായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ആദിയിൽ ഏദൻ ഭൂഗാവനത്തിൽ ഇറങ്ങി ആദം അവമാരെ യോജിപ്പിച്ചവനായ ദൈവത്തിൻ്റെ സാന്നിധ്യം തന്നെ ഇന്ന് പകൽക്കാലം ഇവിടെ ഇറങ്ങുവാൻ ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു പിതാവേ. ശുശ്രൂഷകളെല്ലാം ദൈവം ആദരിക്കണമേ. ദൈവങ്ങൾ പാട്ട്, പ്രാർത്ഥന, വിവാഹ ശുശ്രൂഷ എല്ലാം അനുഗ്രഹമായി തീരുവാൻ ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി ശുശ്രൂഷ നടത്തുവാനായി കടന്നിരിക്കുന്ന ഞങ്ങളുടെ വലിയൊരു ദാസൻ ഡോക്ടർ ബാബു ജോലറുകൾക്കായി സ്തോത്രം. നിന്റെ ദാസന ദൈവം ശക്തീകരിക്കണമേ കർത്താവേ. ഒരു പുത്തൻ അഭിഷേകത്താൽ, ഒരു പുതിയ ബലത്താൽ ഇന്ന് പകൽക്കാല ദൈവം അഭിഷേകം ഉപയോഗിക്കുവാൻ ഞങ്ങളോട് പ്രാർത്ഥിക്കുകയാണ്. ശുശ്രൂഷകന്മാരായി, ദൈവജനമായി, മാതാപിതാക്കളായി, ബന്ധുമിത്രാദികളായി കടന്നിരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. ഇത്രത്തോളം ഞങ്ങളെ നടത്തിയ ദൈവം ഇന്ന് പകൽ ഞങ്ങളെ ഐശ്വര്യമായ ദൈവം വീണ്ടും സഹായിക്കണമേ. സകല മഹത്വം അങ്ങെടുക്കണമേ. അങ്ങയുടെ നാമം ഞങ്ങളുടെ ഉയർത്തപ്പെടണമേ. യേശുവിന്റെ നാമത്തിൽ അടിയുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. മാരേജ് നോട്ടീസ് ഞാനിവിടെ വായിക്കും. അതിനുശേഷം ഈ സദസ്സ് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയും നിയുക്ത വധു വരൻ ഇരുവരുടെയും മാതാപിതാക്കൾ ബന്ധുമിത്രാദികളുമായി മുന്നോട്ട് ഫൈനൽ മാർച്ചിൽ വരികയും അവർ നിയുക്ത വധുവും വരനും ഈ സ്റ്റേജിൽ അവർക്ക് ഒരുക്കിയിരിക്കുന്ന കസേരയുടെ മുൻപാകെ വന്ന് നിൽക്കുകയും വേണം. അപ്പോൾ ഒരു പാട്ടും പാടുന്നതായിരിക്കും. SAG മലയാളം ഡിസ്ട്രിക്ട് കൗൺസിൽ മാരേജ് നോട്ടീസ്. ഈ നോട്ടീസ് മൂലം സകല മാനവരെയും അറിയിക്കുന്നത് ദൈവേഷ്ടമായാൽ ഡിസംബർ മാസം 13-ാം തീയതി തിങ്കളാഴ്ച 10 മണിക്ക് റാന്നി താലൂക്കിൽ ചെറുകോൽ വില്ലേജിൽ കോഴഞ്ചേരി ടൗൺ AG സഭയിൽ മലയിൽ വീട്ടിൽ മിസ്റ്റർ തങ്കച്ചൻ്റെയും മിസസ് സിസ്ലിയുടെയും മകൻ ജിജോ മാത്യു, പത്തനാപുരം താലൂക്കിൽ പിറവന്തൂർ വില്ലേജിൽ ഇന്ത്യ ഗോസ്ബൽ മിഷൻ സഭയിൽ മരങ്ങാട്ട് പുത്തൻ വീട്ടിൽ മിസ്റ്റർ PG മത്തായുടെയും മിസസ് ഓമന മത്തായുടെയും മകൾ M ഷീല മോളും തമ്മിലുള്ള വിശുദ്ധ വിവാഹം കോഴഞ്ചേരി AG സഭയുടെ ആഭിമുഖ്യത്തിൽ നാരങ്ങാനം വലിയകുളത്ത് സെൻറ് മേരീസ് കത്തോലിക്ക പള്ളി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുന്നതിന് നിശ്ചയിച്ചിരിക്കുകയാണ്. ഈ വിവാഹം നടത്തിക്കൊടുക്കുന്നതിന് ന്യായമായ തടസ്സം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മതിയായ തെളിവ് സഹിതം രേഖാമൂലം സെക്ഷൻ ഡിസ്ട്രിക്ട് ഓഫീസിൽ അറിയിക്കേണ്ടുന്നതും അല്ലാഞ്ഞാൽ ഈ കാര്യത്തിൽ എല്ലാവരും എല്ലായ്പ്പോഴും മൗനമായിരുന്നു കൊള്ളേണ്ടുന്നതും ആകുന്നു. വിവാഹത്തിൻ്റെ മംഗളത്തിനും അവരുടെ കുടുംബജീവിതത്തിൻ്റെ അനുഗ്രഹത്തിനുമായി പ്രാർത്ഥിപ്പാൻ അപേക്ഷ സെക്ഷൻ പ്രൊസ്പിറ്റർ പാസ്റ്റർ PP വർഗീസ്. ഈ സമയം നിയുക്ത വധു വരന്മാരോടുള്ള ബഹുമാനാർത്ഥം കർത്തൃദാസന്മാർക്കും ദൈവജനത്തിന് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം.
അപ്പോൾ ഒരു മ്യൂസിക് വായിക്കുകയും അവൾ സ്റ്റേജിലേക്ക് വരികയും ചെയ്യും. ഈ സമയം ഒരു പാട്ട് പാടി ദൈവത്തിൽ മറന്നു. സമർത്ഥനായ ലേഖന എഴുത്തുകോലാകുന്നു. നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ,
ലാവണ്യ നിന്റെ അന്തരങ്ങളിലെ പകർന്നിരിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്നെ എന്നേക്കും അനുഗ്രഹിച്ചിരിക്കുന്നു. വീരനായുള്ളവയെ നിന്റെ വാൽ അരക്കി കെട്ടുക. നിന്റെ തേജസ്സും നിന്റെ മഹിമയും തന്നെ. സത്യവും സൗമ്യതയും നീതിയും പാലിക്കേണ്ടതിനോ നീ മഹിമയോട് കൃതാർത്ഥനായ വാകനമേറെ എഴുന്നള്ളുക. നിന്റെ വലം കൈ ഭയങ്കര കാര്യങ്ങളെ നിനക്ക് ഉപദേശിച്ചു തരുമാറാകട്ടെ. നിന്റെ അസ്ത്രങ്ങൾ മൂർച്ചയുള്ളവയാകുന്നു. ജാതിക്ക് നിന്റെ കീഴ് വീഴുന്നു. രാജാവിന്റെ ശത്രുക്കളുടെ നെഞ്ചത്തവ തറയ്ക്കുന്നു. ദൈവേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളതാകുന്നു. നിന്റെ രാജ്യത്വത്തിന്റെ ചെങ്കോൽ നീതിയുടെ ചെങ്കോലാകുന്നു. നീ നീതിയെ ഇഷ്ടപ്പെട്ടു ദുഷ്ടതയെ ദോഷിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്റെ ദൈവം തന്നെ. നിന്റെ കൂട്ടുകാര് പരമമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. നിന്റെ വസ്ത്രങ്ങളെല്ലാം മൂറും ചന്ദനവും ലവംഗവും കൊണ്ട് സുഗമമായിരിക്കുന്നു. ദന്തമന്ദിരങ്ങളിൽ നിന്ന് കമ്പിനാഥ് നിന്നെ സന്തോഷിപ്പിക്കുന്നു. നിന്റെ സ്ത്രീകളുടെ കൂട്ടത്തിൽ രാജകുമാരികളുണ്ട്. നിന്റെ വലതുഭാഗത്തെ രാജ്ഞോഭിത്തംഗം അണിഞ്ഞു നിൽക്കുന്നു. അല്ലയോ കുമാരി, കേൾക്കുക, നോക്കുക, ചെവി ചായ്ക്കാം. സ്വജനത്തെ നിന്റെ പ്രതിഭവനത്തെ മറക്കാം. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. അവൻ നിന്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ചു വീഴുക. സോർനിവാസിക ജനത്തിലെ ധനവന്മാർ തന്നെ കാഴ്ചവത്തിൽ നിന്റെ മുഖപ്രസാദം തേടും. അന്തപുരത്തിലെ രാജകുമാരി ശോഭ പരിപൂർണയാകുന്നു. അവളുടെ വസ്ത്രം പൊൻകശവ് കൊണ്ടുള്ളതാ. അവളെ ചിത്രത്തൈലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസനയിൽ കൊണ്ടുവരും. അവളുടെ തോഴിമാരായി കൂടെ നടക്കുന്ന കന്യകമാരെയും നിന്റെ അടുക്കൽ കൊണ്ടുവരും. സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടി അവരെ കൊണ്ടുവരും. അവർ രാജമന്ദിരത്തിൽ പ്രവേശിക്കും. നിന്റെ പുത്രന്മാർ നിന്റെ പിതാക്കന്മാർക്ക് പകരമിരിക്കും. സർവഭൂമിയിലും നീ അവരെ പ്രമുഖന്മാരാക്കും. ഞാൻ നിന്റെ നാമത്തെ എല്ലാ തലമുറകളിൽ ഓർക്കുമാറാക്കും. അതുകൊണ്ട് ജാതികൾ എന്നും എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. രണ്ട് കർത്തൃഭൃത്യന്മാർ മുൻപോട്ട് വന്ന് ഈ സമയം പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള ഈ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഓഡിറ്റോറിയത്തിൽ കടന്നു വരുവാൻ, ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹ ശുശ്രൂഷകളുടെ ബന്ധത്തിൽ അങ്ങയുടെ വിലയേറിയ പാദപ്പെടുത്തലായിരിക്കാൻ ദൈവം ഞങ്ങളെ സഹായിച്ചതിനാൽ സ്തോത്രം ചെയ്യുന്നു. നീ ആലോചനയിൽ വലിയവരാണല്ലോ, പ്രവൃത്തിയിൽ ശക്തിമാനായ ദൈവം. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള ഒരു സുദിനം ഇന്ന് പകൽക്കാലം സമാഗതമായിരിക്കാൻ ഞങ്ങൾ നന്ദിയോടെ നിങ്ങൾ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം ശുശ്രൂഷകളെ ദൈവം മാനിക്കണമേ. ദൈവത്തിന് സ്തോത്രയുടെ കേൾക്കപ്പെടുന്നതായിട്ടുള്ള ആലോചനകൾ ദൈവനാമത്തിൻ്റെ മഹത്വമായി തീരുവാൻ, ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിന് അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ, ഇന്ന് പകൽക്കാലം വിവാഹിതരാകുവാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് അവരുടെ ഭാവി ജീവിതത്തിന് ധന്യമായ രീതിയിൽ ശുശ്രൂഷകളെല്ലാം ആയിരിക്കാൻ അവർ ഇടയാക്കണമേ. ശുശ്രൂഷകൾ ചെയ്യുവാൻ അങ്ങയുടെ വിലയേറിയദാസന്മാരെ ദൈവത്തിൻ്റെ ആത്മാവ് ബലപ്പെടുത്തണമേ. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ എൻ്റെ പ്രസംഗവും എൻ്റെ വചനവും മാനുഷികമായിട്ടുള്ള വശീകരണ വാക്കുകളല്ല, ദൈവാത്മാവിൻ്റെ പ്രദർശനവും ശക്തി. ഇന്ന് പകൽക്കാലം നിൻ്റെ ആത്മാവിൻ്റെ പ്രദർശനവും ശക്തിയും ഈ ഓഡിറ്റോറിയത്തിൽ വിളങ്ങുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കണമേ. മാനുഷികമായിട്ടുള്ള ആലോചന ഞങ്ങൾക്ക് ആവശ്യമില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായി കൃത്യമായി ഞങ്ങളോട് ഇന്ന് പകൽക്കാലം ഇടപെട്ടുകൊണ്ടിരിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ഭാവി ഏറ്റവും ധന്യമായി തീരുവാൻ ശുശ്രൂഷയുടെ നാളുകളിൽ ദൈവം അവരെ മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വിവാഹം ഒരു നിഴലാണ്, എന്നാൽ പൊരുളായ ഒരു വിവാഹം നടക്കുവാൻ പോകുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആ വിവാഹത്തിനായി ഞങ്ങൾ എല്ലാവരും ഒരുക്കണമേ. ശുശ്രൂഷകളെ മാനിക്കണമേ. ദൈവനാമം മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. ഈ പകൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വിവിധ ഇടങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് ഇവിടെ കൂടി വരുവാൻ ദൈവം സഹായിച്ചതോടെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ബ്രദർ ബിജോയ്ക്കായി സിസ്റ്റർ ഷീനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അവരുടെ ചെറിയ പ്രായം മുതൽ ദൈവം ഇതുവരെ അവരെ സഹായിച്ചു. വളർച്ചയിൽ, വിദ്യാഭ്യാസത്തിൽ, ജോലിയിൽ, മറ്റുള്ള എല്ലാ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ ദൈവ സാന്നിധ്യം കൂടെ അവരെ നടത്തിയതോർത്ത സ്തോത്രം. അവരെ വളർത്തിയ മാതാപിതാക്കൾക്കായി സ്തോത്രം. അവർക്ക് ആത്മീയ നേതൃത്വം കൊടുത്ത വാസ്റ്റേഴ്സ്, ദൈവസഭ എല്ലാം ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലിൽ ഒരു സുദിനം അവർക്ക് വേണ്ടി ദൈവം ദാനം ചെയ്യുന്നല്ലോ. കർത്താവെ, അവരുടെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് എവിടെയായിരിക്കാൻ ദൈവം ഇടയാക്കുന്നതിനാൽ സ്തോത്രം. യേശു ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച് പ്രവർത്തിക്കുന്നു. സകല നന്മയിൽ ഞങ്ങളെ നടത്തുന്ന ദൈവം, ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവം, ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ദൈവം ഇന്ന് പകലിലും അവിടുത്തെ അത്ഭുത പ്രവൃത്തി വെളിപ്പെടുത്താൻ പോകുന്നത് കൊണ്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവൻ ഇവിടെ ആയിരിക്കുന്ന കർത്തൃവൃത്യന്മാർക്കായി അവൻ വിശേഷാൽ ഈ വിവാഹ ശുശ്രൂഷ ആശീർവദിക്കുവാൻ കടന്നു വന്ന അസംബ്ലീസ് ഓഫ് ഗോഡ് സമൂഹത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന റവറൻഡ് ഡോക്ടർ ബാബു ജോർജിന്
വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, നിന്റെ ദാസന്റെ കരത്താൽ അവരെ യോജിപ്പിക്കുമ്പോൾ കർത്താവിന്റെ സാന്നിധ്യം അവരുടെ മേൽ പകരുകണമേ. അവരെ നീ കൂട്ടി യോജിപ്പിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്രിസ്തു ജീവിതം നയിപ്പാൻ, ധന്യമായ അവരൊരു ദാമ്പത്യ ജീവിതം നയിപ്പാൻ കർത്താവിൽ കൂടെ അവർ അനുഗ്രഹിക്കപ്പെടുവാനിടയാക്കണമേ. എവിടെ അഭിഷിക്തരായിരിക്കുന്ന എല്ലാ ദാസന്മാർക്കായി ലീഡ് ചെയ്യുന്ന എവിടെ ദാസനായി സ്തോത്രം ചെയ്യുന്നു. വന്നു കൂടപ്പെട്ട എല്ലാവരെയും ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവെ, 2-3 പേരുടെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ ഞാനുണ്ടെന്ന് വാക്ക് പറഞ്ഞ കർത്താവെ, ഇന്ന് പകൽ കടന്നു വന്ന എല്ലാ ജീവിതങ്ങളുടെ മേൽ അവിടുത്തെ ആശീർവാദങ്ങൾ അനുഗ്രഹങ്ങൾ പകരണമേ. ഒരു പുതിയ വഴിത്തിരിവായി ചിലരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കുക. അവൻ മഹാദിനമായ കർത്താവിന്റെ കല്യാണ നാളിൽ അവൻ കുഞ്ഞാടിന്റെ കാതെ തന്നെ താൻ ഒരുക്കി അവൻ കാത്തിരിക്കുമ്പോൾ അതിനുവേണ്ടി ഞങ്ങളെ എല്ലാവരെയും ഒരുക്കണമേ എന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഇതുവരെ അവൻ നിഴലായി നടക്കുന്നു. പൊരുടായ വിവാഹം ഞങ്ങൾക്കുണ്ടല്ലോ. ആ പ്രത്യാശയിൽ ഞങ്ങൾ നയിക്കപ്പെടുവാൻ ഇടയാക്കണമേ. വചന കിഴി അനുഗ്രഹമാക്കണമേ. എല്ലാ ഹൃദയങ്ങളുടെ മേലും പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. ആദിയോടൊപ്പം നിന്റെ ആത്മാവ് തന്നെ നീക്കണമേ. നിന്റെ മക്കളെ ആശീർവദിക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്തൃങ്ങളിൽ പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് നയിക്കും. മുഴുവൻ മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. കടന്നു വന്ന കർത്താവിൻ്റെ ദാസൻ റവറൻഡ് ഡോക്ടർ ബാബു ജോൺ അസംബ്ലീസ് ഓഫ് ഗോഡ് മലയാളം ഡിസ്ട്രിക്റ്റിൻ്റെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ റാന്നി ഫെയ്ത്ത് ബൈബിൾ കോളേജിൻ്റെ ഡയറക്ടർ, റാന്നി സഭയുടെ സീനിയർ പാസ്റ്ററുമാണ്. കർത്താവിൻ്റെ ദാസൻ്റെ ശുശ്രൂഷകളിൽ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കെല്ലാവർക്കും അനുഗ്രഹമായിരുന്നല്ലോ. ഇന്ന് പകലും ദൈവം ശക്തമായി നമ്മുടെ മധ്യ ശുശ്രൂഷയ്ക്കായി ഉപയോഗിക്കും. ആമേൻ. കർത്താവിൻ്റെ ദാസനെ ഈ രാവിലെ സമയം ഞാൻ ക്രിസ്തുവിൽ വന്ദനം ചെയ്യുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വിവാഹ ശുശ്രൂഷ പ്രാർത്ഥിച്ച് ആശീർവദിക്കാൻ ആമേൻ. കോഴഞ്ചേരി അസംബ്ലീസ് ഓഫ് ഗോഡ് കോഴഞ്ചേരി സെക്ഷൻ പ്രൊസ്പെക്ടറായി സേവനമനുഷ്ഠിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ പി പി വർഗീസിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. കുഴിക്കാല അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെ ശുശ്രൂഷകൻ കൂടിയാണ്. കർത്താവിൻ്റെ ദാസന്റെ സാന്നിധ്യം ഈ ശുശ്രൂഷയിൽ നമുക്ക് ഏറ്റവും അനുഗ്രഹമായിരിക്കും. ക്രിസ്തുവിൽ ഞാൻ വിശേഷാൽ വന്ദനം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. വധുവിനെയും വീട്ടുകാരെയും പ്രിയപ്പെട്ടവരെയും പ്രതിനിധീകരിച്ച് അവർ ഉൾക്കൊള്ളുന്ന സഭയുടെ ശുശ്രൂഷകനും പ്രസിഡന്റുമായ പാസ്റ്റർ കെ വി മാത്യു ഇന്റർനാഷണൽ പെന്തക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡ് സഭയുടെ പ്രസിഡന്റാണ്. കർത്താവിൻ്റെ ദാസൻ എന്ന പകൽ നമ്മുടെ നടുവിലുണ്ട്. ക്രിസ്തുവിൽ വന്ദനം ചെയ്യുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശേഷാൽ എന്നോടൊപ്പം അസംബ്ലീസ് ഓഫ് ഗോഡ് സമൂഹത്തിൽ കർത്തൃവേല ചെയ്യുന്ന ദൈവത്തിൻ്റെ ഭൃത്യന്മാർ ധാരാളമുണ്ട്. പാസ്റ്റർ ചാക്കോ ശാമുവിൽ കോഴഞ്ചേരി സെക്ഷൻ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. വെള്ളിക്കുളം സഭയുടെ ശുശ്രൂഷകനായും ആമേൻ ചുമതല വഹിച്ചു വരുന്നു. കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യും. പാസ്റ്റർ സജി ജോൺ ഈ സെക്ഷൻ്റെ ട്രഷററായി സേവനമനുഷ്ഠിക്കുന്നു. കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യും. പാസ്റ്റർ സജി എബ്രഹാം കേഴുവലി അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെ ശുശ്രൂഷകനും അപ്പോൾ തന്നെ എൻ്റെ സ്നേഹിതനും മുൻ സെക്ഷൻ പ്രൊസ്പെക്ടറുമായി റാന്നി സെക്ഷൻ്റെ മുൻ സെക്ഷൻ പ്രൊസ്പെക്ടറുമായി സേവനമനുഷ്ഠിച്ചിരുന്ന കർത്താവിൻ്റെ ദാസനെ ഓർത്ത് വന്ദനം ചെയ്യുന്നു. ദൈവം ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് പ്രധാനമായും വധുവിനെ പ്രതിനിധീകരിച്ച് ദൈവവചനം നമ്മുടെ മധ്യേ ശുശ്രൂഷിപ്പാൻ അതിഥിയായി ആ കുടുംബത്തിൻ്റെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നത് പാസ്റ്റർ വി പി ജോയിക്കുട്ടി അവരുടെ ഓർത്ത് ഞാൻ വന്ദനം ചെയ്യും. ദൈവം ധാരാളം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. പാസ്റ്റർ പി ടി ഷാമി, പാസ്റ്റർ ജോൺ സി എബ്രഹാം, ആമേൻ. ഇതിൽ മറ്റുള്ള കർത്തൃദാസന്മാർ ആമേൻ. ഹല്ലേലൂയ. സ്റ്റേജിൽ സ്ഥല പരിമിതി ഉള്ളതുകൊണ്ട് തൊട്ട് താഴെ ഇരിക്കുന്ന കർത്തൃദാസന്മാരെ എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ഞാൻ പറഞ്ഞതിൽ ഒരു തിരുത്ത് വരുത്തിയത് ആമേൻ പാസ്റ്റർ ബി പി ജോയിക്കുട്ടി അവരുകളാണ്. ആമേൻ. ഹല്ലേലൂയ. അലിമുക്ക് സഭയുടെ പ്രസിഡന്റ്, ചെങ്ങന്നൂർ IGM സഭയുടെ പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുന്നത് കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യും. ആമേൻ. ഹല്ലേലൂയ. വിശേഷാൽ ആമേൻ ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്ന മാതാപിതാക്കളെയും സഹോദരി സഹോദരന്മാരെയും കുഞ്ഞുങ്ങളെ എല്ലാവരെയും ക്രിസ്തുവിൽ വന്ദനം ചെയ്യും. വിശേഷാൽ ഏറെ വന്ദനം ചെയ്യുന്നത് നമ്മളെ ഏറ്റവും ശുശ്രൂഷ നമ്മുടെ പ്രിയ ബിജോയും
ഷീനമോളെയും ഓർത്ത ഇന്ന് പകൽക്കാലം അവരുടെ ദിവസമാണ്. ആമേൻ. ദൈവം അവരെ ഇരുവരെയും വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വളർത്തി. ആമേൻ. ദൈവകൃപയിലേക്ക് ആമേൻ ദൈവം നടത്തി. ദൈവ സാന്നിധ്യത്തിൽ ദൈവം അവരെ വളർത്തി. ആമേൻ. അവരുടെ മാതാപിതാക്കൾക്ക് ദൈവം അതിനുള്ള കൃപ നൽകി. ഇന്ന് പകൽ അവരുടെ വിവാഹം നടക്കുന്നതിൽ നാം ഏറ്റവും സന്തോഷിക്കുകയും കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടിയുമായിരിക്കുകയും ചെയ്യുന്നല്ലോ. നമുക്ക് നന്ദിയോടെ സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ ഈ ശുശ്രൂഷയിലേക്ക് പ്രിയ കുഞ്ഞുങ്ങളെയും ഇരുവരെയും ക്രിസ്തുവിൽ സ്വാഗതം ചെയ്യുന്നു, വന്ദനം ചെയ്യുന്നു. ദൈവം ധാരാളം അനുഗ്രഹിക്കുന്നു. എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പാട്ടുപാടി നമ്മെ സഹായിക്കാൻ മ്യൂസിക് സർവീസ് നടത്തുന്ന ഇവാഞ്ചലിസ്റ്റ് തോംസൺ സാമിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യും. മനോഹരമായ പാട്ടുകൾ ഇടയ്ക്കിടയ്ക്ക് പ്രിയ കർത്തൃദാസൻ പാടും. നമുക്ക് സന്തോഷവും അനുഗ്രഹമായിരിക്കും. എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു. വാക്കുകൾ ചുരുക്കമാക്കട്ടെ. ആമേൻ. എല്ലാവരും തുടർന്ന് ഈ സമയം ആമേൻ പ്രിയ തോംസൺ ഒരു പാട്ട് പാടും. Shout acclamation.